വെൽക്കം ബാക്ക് ടു എഡ്യൂവാലറ്റ്. +2 മോഡൽ എക്സാം വെറും 4 ദിവസമേ ഉള്ളൂ. ഈ 4 ദിവസത്തേക്ക് ഒരു ടൈം ടേബിൾ ഇട്ട് ഈ ഓരോ ഫിസിക്സും കെമിസ്ട്രി മാത്സൊക്കെ 15 പാഠം അവസാനിപ്പിക്കാം എന്ന് ഞാൻ ഒരിക്കലും പറയാനല്ല ഈ വീഡിയോ വന്നിട്ടുള്ളത്. ഇതിൽ ഇതുവരെ പഠിക്കാത്തവരുണ്ടാവും, പഠിച്ച് കുറച്ചൊക്കെ എത്തിയിട്ടുള്ളവരുണ്ടാവും, കുറേ പഠിക്കാൻ ഇനി ബാക്കിയുള്ളവരുണ്ടാവും, ഫുൾ ടെൻഷനായിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഇനി 4 ദിവസം എങ്ങനെ പ്രോപ്പറായിട്ട് പഠിക്കാം, എന്ത് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുവരെയും പഠിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക, ഇതേ പ്രകാരം പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. മെയിനായിട്ട് പറയാനുള്ളത്, മോഡൽ എക്സാമിന് നിസ്സാരമായിട്ട് കാണരുത്. മോഡൽ എക്സാമോട് കൂടി പകുതി നിങ്ങൾ റിവിഷൻ കഴിയണം. പകുതി എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 80% നിങ്ങൾ പഠിച്ച് കഴിയണം. ബാക്കി ഒരു 10 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് മോഡൽ എക്സാമിന് സീരിയസ് ആയിട്ട് കണ്ട് നന്നായി പഠിക്കുക. അതിൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയ നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഞാൻ ഇനി പബ്ലിക്കിലും തോറ്റു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആവരുത്. എല്ലാവരും സീരിയസ് ആയിട്ട് തന്നെ മോഡൽ എക്സാമിനെ കണ്ട് ഇനിയുള്ള 4 ദിവസം നന്നായി പഠിക്കുക. പലർക്കും ലീവൊക്കെയാണെന്ന് അറിയുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയങ്ങളൊക്കെ നന്നായി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികളടുത്ത് പറയാനുള്ളത്, നാളെ തൊട്ട് തുടങ്ങുക. അപ്പോൾ അതിനായിട്ട് എനിക്ക് ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ആവില്ല, എന്തായാലും കവർ ആവില്ല. പക്ഷെ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം ഇതാണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്സിലൊക്കെ മെയിനായിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുക. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതും പഠിച്ചെത്താത്തവർ എന്ത് ചെയ്യണം, ഇനി പഠിച്ച് പകുതി എത്തിയ കുട്ടികളുണ്ടാവും, ഏകദേശം ഭൂരിഭാഗമൊക്കെ പഠിച്ചെത്തിയവരുണ്ടാവും, അവരെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാനുള്ളത്, ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഫിസിക്സിലൊക്കെ മെയിൻ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതായത് ഡെറിവേഷൻസ് ഒക്കെ എന്തായാലും ചോദിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതാണ് റേ ഒപ്റ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, വേ ഒപ്റ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഈ പാഠങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു പോകണം. നല്ല വെയിറ്റേജുള്ള പാഠങ്ങളാണ്. ഈ പാഠങ്ങൾ നിങ്ങൾ ഈ മോഡൽ എക്സാമിന് പ്രിപ്പയർ ആയി അതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആക്കുക. ഇതിൽ നിന്നൊക്കെ എന്തായാലും കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമല്ലോ. മാത്രമല്ല പബ്ലിക് എക്സാം നിങ്ങളെ മെയിൻ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് അവസാനിക്കുകയും ചെയ്യും. അതേപോലെ കെമിസ്ട്രിയിലെ നെയിംഡ് റിയാക്ഷൻസ്, നമ്മൾ ഓർഗാനിക് കുറേ ചാപ്റ്റേഴ്സിന് 4 പാഠങ്ങളോളം ഉണ്ട്. അതിലൊക്കെ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചില റിയാക്ഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അത് പഠിക്കുക. അതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പറഞ്ഞ ചാപ്റ്ററിലെ നെയിമിങ് മസ്റ്റായിട്ടും പഠിക്കുക, അത് ഷുവർ ക്വസ്റ്റ്യനാണ്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പാഠം പഠിക്കുക. പി ബ്ലോക്ക് എലമെൻറ്റ്, ഇതൊക്കെ അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് ഈ 4 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളാണ്. സോ ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഈ 4 ദിവസം കൊണ്ട് പഠിച്ചെത്താൻ പറ്റും. ബാക്കി പാഠങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മാത്സ് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, പ്രോബബിലിറ്റി, ലീനിയർ പ്രോഗ്രാമിംഗ്, ഈ പാഠങ്ങളൊക്കെ ഇതിനൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന പാഠങ്ങൾ. അപ്പോൾ ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഈ പാഠങ്ങളെങ്കിലും ഇനിയുള്ള 4 ദിവസം നന്നായിരുന്നു പഠിക്കുക. ഇതെങ്ങാനും പഠിച്ചെത്തിയില്ലെങ്കിലോ എക്സാമിന് തലേ ദിവസം ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും, രാത്രിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും, അപ്പോൾ നിങ്ങൾക്ക് ആ രാത്രി തലേ ദിവസം എക്സാമിന് തലേ ദിവസമൊക്കെ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പഠിക്കാൻ ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം, ഇതിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് കൊണ്ടല്ല, മെയിൻ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വേണ്ടി തന്നെ മോഡൽ എക്സാമിന് നിങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എന്ത് ചെയ്യും, നിങ്ങളിപ്പോൾ ഇതുവരെ പഠിക്കാത്ത കുട്ടികൾ, ഇതൊന്നും പഠിച്ചെത്താത്തവരും എന്ത് ചെയ്യുക, ഈ 4 ദിവസം ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാമല്ലോ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ. അതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക വിത്ത് ആൻസേഴ്സ്. അങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്ത് പഠിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം മാർക്ക് വാങ്ങാൻ പറ്റും. അതിലെ ചോദ്യങ്ങളൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക. അതാണ് നിങ്ങൾക്ക് ഇനി ഈ 4 ദിവസം ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് നല്ലത് തന്നെയാണ്, നിങ്ങൾക്കത് പബ്ലിക് എക്സാമിനും ഹെൽപ്ഫുൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ടും 3 ചാപ്റ്റേഴ്സ് ഡെയിലി ഇനി കവർ ചെയ്യാൻ നോക്കുക. ഈ 4 ദിവസം ഫിസിക്സ് 3 അല്ലെങ്കിൽ കെമിസ്ട്രി 3, അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ഒരു ദിവസം ഇനി കവർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ 12, 13, 14 ദിവസങ്ങളൊക്കെ ഉണ്ട്. 15-ാം തീയതി നമ്മൾ എക്സാമിന് തലേ ദിവസമാണ്. ആ തലേ ദിവസം നിങ്ങൾ 16-ാം തീയതി ഏത് എക്സാമാണോ അതിൻ്റെ പഠിക്കുക. ബാക്കിയുള്ള 3 ദിവസം നിങ്ങൾ ഒട്ടും പഠിക്കാത്ത പാഠങ്ങളോ ഒട്ടും പഠിക്കാത്ത സബ്ജക്റ്റുകളോ ഫോക്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ ഇനി കുറച്ചെങ്കിലുമൊക്കെ പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യുക, ഈ 3-4 ദിവസങ്ങളിൽ കൂടുതൽ ടൈം നിങ്ങൾക്കിപ്പോൾ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം ഇക്വേഷൻസ് ഉള്ളതാണ്. അതിൽ നിന്ന് എത്ര ചെയ്ത് പഠിച്ചാലും പോരാ, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ അറിയാം, ബാക്കി സിമ്പിൾ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ള കുട്ടികൾ ഈ പാഠങ്ങൾ, ഇൻറ്റഗ്രൽസ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള പാഠത്തിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അതായത് ഫുൾ മാർക്ക് വാങ്ങണം, A+ വാങ്ങണം, ഏകദേശം പഠിച്ചെത്തിയ കുട്ടികൾ ഈ പാഠത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക.
അതേപോലെ കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി 4 പാഠങ്ങളുണ്ടല്ലോ, അതിലും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ A+ വാങ്ങണം, ഫുൾ A+ വാങ്ങാനൊക്കെയുള്ള കുട്ടികൾ ഈ പാഠങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എപ്പോൾ നിങ്ങൾ ബാക്കി പാഠങ്ങൾ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ, ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള പാഠങ്ങളുണ്ടല്ലോ, ചെറിയ പാഠങ്ങളൊക്കെ 3 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന പാഠങ്ങളൊക്കെ ഇതിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിട്ടൊക്കെ നമ്മൾ എന്തായാലും മോഡൽ എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസും ഒപ്പം പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ഒപ്പം കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.